الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിക സമൂഹത്തിലെ ഒരു പുതിയ തുടക്കമായിരുന്നു മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള സിദ്ദീഖുൽ അക്ബറിൻ്റെ അധികാരം ഏൽക്കൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു പുതിയ അനുഭവവുമാണിത്. ഇനി എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോവേണ്ടത്, ഏത് രൂപത്തിലാണ് തൻ്റെ കാലടികൾ ഓരോന്നും മുന്നോട്ട് വെക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ പുതിയ അവസ്ഥയെയും പുതിയ സാഹചര്യങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് വേണം അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു ധാരണയോ ഒരു പ്ലാനിങ്ങോ നേരത്തെ ഉണ്ടായിരുന്നില്ല, ഉണ്ടാവുക സാധ്യവുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സിദ്ദീഖുൽ അക്ബർ സാധാരണ തൻ്റെ സമ്പ്രദായം അനുസരിച്ച് ഖലീഫയായി ബൈഅത്ത് ചെയ്യപ്പെട്ടതിന് ശേഷവും തൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി അദ്ദേഹം സാധാരണ ചെയ്ത് വരാറുള്ള കച്ചവട ബിസിനസ് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു. ഖിലാഫത്തിൻ്റെ തുടർന്ന ദിവസങ്ങളിൽ അദ്ദേഹം ഒരു വസ്ത്രവ്യാപാരിയായിരുന്നു. ഈ വസ്ത്രവ്യാപാരത്തിൻ്റെ വസ്ത്രങ്ങളുടെ കെട്ടുമായി സാധാരണഗതിയിൽ തൻ്റെ ഉപജീവന മാർഗവും തേടി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്. അദ്ദേഹം തൻ്റെ വസ്ത്രക്കെട്ടുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തെ കാണുന്നത്. അവർ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അയിന തുരീദു യാ ഖലീഫത്ത റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിൻഗാമിയെ, താങ്കൾ എങ്ങോട്ടാണ്, എന്ത് കരുതിയിട്ടാണ്, എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ ജീവിത വ്യാപാരവുമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയായി തെരഞ്ഞെടുക്കപ്പെട്ട താങ്കൾ ഇങ്ങനെ കച്ചവടത്തിനും വ്യാപാരത്തിനുമൊക്കെ നടക്കുകയാണ് എങ്കിൽ പിന്നെ ഈ ഉത്തരവാദിത്വവും ഈ ചുമതലയുമൊക്കെ ആര് വഹിക്കും, അതിനെവിടെ സമയമുണ്ടാകും എന്ന് അവർ അദ്ദേഹത്തോട് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ സാധാരണമായ മറുപടി, മിൻ ഐന ഉത്തഴിമു ഇയാലി, ഞാൻ എൻ്റെ മക്കൾക്ക് എവിടെ നിന്നാണ് ആഹാരം എത്തിക്കുക? അവരുടെ അന്നം മുടങ്ങാതെ അവർക്ക് നൽകാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ടല്ലോ. ഞാൻ ഖലീഫയാണ് എന്ന് വിചാരിച്ച് ഇവിടെ ഇരുന്നാൽ വീട്ടിൽ അടുപ്പിൽ പുക ഉയരുകയില്ലല്ലോ, അവർക്ക് ഭക്ഷണം ഉണ്ടാവുകയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട്
പിന്നെ ഞാൻ എന്തു ചെയ്യും, എനിക്കെന്താണ് മാർഗം എന്ന് അദ്ദേഹം അവരോട് പറയുന്നു, പ്രതികരിക്കുന്നു. അവർ രണ്ടുപേരും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തോട് പറയുകയാണ്, താങ്കൾക്ക് ബൈത്തുൽ മാലിൽ നിന്ന് ഒരു നിശ്ചിതമായ തുക നിർണയിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു ശ്രമം നടത്താം. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി, ഇസ്ലാമിക ഭരണകൂടത്തിന് വേണ്ടി മുഴുസമയവും വ്യാപൃതനാവേണ്ട താങ്കൾ കച്ചവടത്തിന് നടന്നാലും സ്വന്തം വ്യാപാരവുമായി മുന്നോട്ട് പോയാലും കാര്യങ്ങൾ ശരിയാവുകയില്ല. അപ്പം അതുകൊണ്ട് താങ്കൾക്ക് ഒരു ശമ്പളം, ഒരു വിഹിതം ബൈത്തുൽ മാൽ നിന്ന് നിശ്ചയിച്ച് തരാനുള്ള ഏർപ്പാടുകളെപ്പറ്റി നമുക്ക് ആലോചിക്കാം. അങ്ങനെ അവരെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് പ്രമുഖരായ സഹാബിവര്യന്മാരുടെയൊക്കെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് കൊല്ലത്തിൽ 250 ദീനാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും കുടുംബത്തിനും ചെലവിനായി നിശ്ചയിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ തുക വളരെ അപര്യാപ്തമാണെന്നും അത് തൻ്റെ കുടുംബത്തിനും അതുപോലെ തൻ്റെ ആവശ്യങ്ങൾക്കും തികയുകയില്ല എന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ബോധ്യമായി, മറ്റുള്ളവർക്കും ബോധ്യമായി. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ ശുപാർശയോടുകൂടി അവർ കൂടിയാലോചിച്ച് അതൊരു 300 ദീനാറാക്കി നിശ്ചയിക്കുന്നു, പുതുക്കി നിശ്ചയിക്കുന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒരു വർഷത്തിൽ 300 ദീനാർ ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കുക ചെലവിലേക്ക് അദ്ദേഹം തൻ്റെ മുഴുവൻ സമയവും ദീനുൽ ഇസ്ലാമിന് വേണ്ടിയും ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടിയും ഇസ്ലാമിക ഖിലാഫത്തിന് വേണ്ടിയും വിട്ടുതരിക എന്ന ഒരു തീരുമാനത്തിലാണ് സഹാബത്ത് എത്തിച്ചേരുന്നത്. അലി റളിയല്ലാഹുവിൻ്റെയും പ്രമുഖരായ സഹാബിമാരുടെയും ഈ തീരുമാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മദീനയിലെ പള്ളിയിൽ ആളുകളെ വിളിച്ചുകൂട്ടി അവരുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ബൈത്തുൽ മാലിൽ നിന്ന് എനിക്ക് 300 ദീനാർ തരാൻ ഇവരെല്ലാം കൂടി തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്കത് സമ്മതമാണോ എന്ന് മുസ്ലിം സമൂഹത്തോട് ചോദിക്കുന്നു. റളീന, ഞങ്ങളത് തൃപ്തിപ്പെട്ടു എന്ന് അവരെല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശമ്പളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ബൈത്തുൽ മാലിൻ്റെ നേരെയുള്ള സഹാബത്തിൻ്റെ വീക്ഷണങ്ങൾ, അതിൽ നിന്ന് എന്തെങ്കിലും പറ്റുന്നതിനെ, പൊതുഖജനാവിൽ നിന്ന് എന്തെങ്കിലും പറ്റുന്നതിനെ സംബന്ധിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സൂക്ഷ്മത എത്രത്തോളമായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇസ്ലാമിക സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിക്ക് അവർ നിശ്ചയിച്ചിരുന്ന തുകയായിരുന്നു ഇത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖജാനയും ഗവൺമെന്റിന്റെ വരുമാന മാർഗങ്ങളും നാട്ടിന്റെ മുഴുവൻ പൊതുസ്വത്തും ഭരണാധികാരികൾ കൈയടക്കി വെക്കുകയും സ്വന്തം സ്വത്തുപോലെ വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം ഈ നീതിയുടെ നിലപാട് സ്വീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖലീഫയെ ചോദ്യം ചെയ്യാനോ ഖലീഫ എത്ര എടുക്കുന്നു എന്നത് നോക്കാനോ ആ രൂപത്തിലുള്ള ഒരു രീതി അന്നത്തെ കാലത്ത് പരിചയമില്ല, ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. ഭരണാധികാരിയുടേതാണ് രാജ്യം മുഴുവൻ. ആ രാജ്യത്തിന്റെ ഖജനാവ് ഭരണാധികാരി ഉദ്ദേശിക്കുന്നത് പോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ തീരുമാനിക്കണം. അങ്ങനെ അയാളുടെ ഇഷ്ടമനുസരിച്ച് അയാളുടെ ശിങ്കിടികൾക്ക് ഭരണാധികാരി കൊടുക്കുന്ന ഒരു രീതിയാണ് ബൈത്തുൽ മാലിനെ സംബന്ധിച്ചും പൊതുഖജനാവിനെ സംബന്ധിച്ചും ചുറ്റുപാടുകളിലും ഉള്ളത്. ഇവിടെയാണ് ഇസ്ലാം അതിൻ്റെ നിസ്തുലമായ നീതി നടപ്പാക്കുന്നത്. സഹാബ കിറാം ആ ഇസ്ലാമിക പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് ഖലീഫയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ കഫാഫായ ഒരു ജീവിതം, ആഡംബരങ്ങളില്ലാതെ വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കാൻ മാത്രം പര്യാപ്തമാകുന്ന ഒരു തുക നിശ്ചയിച്ച് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ മുഴുവനായി രാജ്യത്തിന് കിട്ടുന്ന ഒരു രൂപത്തിലേക്ക് നാട്ടിനെ കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുകൊണ്ട് തൃപ്തിപ്പെടുകയാണ്. ഒരു വേള അദ്ദേഹം തന്റെ കച്ചവടത്തിൽ തുടരുകയും അതുവരെ ചെയ്തിരുന്ന കാര്യങ്ങൾ അതേ നിർബാധം അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ സന്തോഷപ്രദമായ, ഇതിനേക്കാൾ സുഭിക്ഷമായ ഒരു ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. പക്ഷേ തന്റെയും കുടുംബത്തിന്റെയും ജീവിതത്തിന്റെ സുഖമല്ല, ക്ഷേമമല്ല, ദീനുൽ ഇസ്ലാമിന്റെയും ഇസ്ലാമിക സമൂഹത്തിന്റെയും ആവശ്യത്തിനാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തതിന് ശേഷം പ്രമുഖരായ പല സഹാബിമാർക്കും പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുന്നു. എല്ലാ കാര്യങ്ങളും സ്വന്തമായി വെക്കുക, ഇസ്ലാമിക ഭരണകൂടത്തിന്റെയും ഭരണാധികാരിയുടെയും നിലപാടും സംസ്കാരവും എന്താണ്, ഏത് രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സഹായകമാകുന്ന ചരിത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സ്വന്തമായി തന്നെ കൈകാര്യം ചെയ്യുക, എല്ലാ അധികാരങ്ങളും സ്വന്തം കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു വ്യക്തിയായിക്കൊണ്ട്, ഒരു അധികാര കേന്ദ്രമായിക്കൊണ്ട് ഭരണാധികാരിയെ കാണുക എന്ന ഒരു സംസ്കാരമല്ല ഇസ്ലാമിനുള്ളത്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തി അബൂ ഉബൈദ എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് കൊടുത്ത അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ഖജനാവിന്റെ ബൈത്തുൽ മാലിന്റെ അതിന്റെ സംരക്ഷകനായും മേൽനോട്ടക്കാരനായും നിശ്ചയിക്കുന്നു. ആ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ് ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ധനകാര്യമന്ത്രി. ഇസ്ലാമിക സമൂഹത്തിന്റെ ധനകാര്യമന്ത്രിയായിക്കൊണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നീതിന്യായത്തിന്റെ തലവനായി നിശ്ചയിക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവരുടെ കേസുകൾ, അവർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുക, ഇതിന് അദ്ല് എന്ന് പറയുന്നു, ഖളാ എന്ന് പറയുന്നു, നീതിന്യായം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ തീർപ്പ് കൽപ്പിക്കുക എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ഖളാഇന്റെ ചുമതല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നത് നമുക്ക് കാണാം. സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന പ്രവാചകന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയുകൾ എഴുതുകയും പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തി വെക്കാൻ തിരുമേനി ആശ്രയിക്കുകയും ചെയ്തിരുന്ന മഹാനായ സഹാബിയെ എഴുത്തുകുത്തുകൾ നടത്തുന്നതിനും വാർത്താ വിതരണത്തിനുമുള്ള ചുമതലകൾ ഏൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ രാജ്യത്തിന്റെ മുഖ്യമായ വകുപ്പുകളും മുഖ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെ വളരെ യോഗ്യരായ സഹാബിമാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പോലെയുള്ള സഹാബിമാർ, പ്രമുഖരായ സഹാബിമാർ, ആ സഹാബിമാരെ ഭരണകൂടത്തിന്റെ അഡ്വൈസർമാരായിക്കൊണ്ട് നിശ്ചയിക്കുന്നു. കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളോ കൽപ്പനകളോ ആ കാലത്ത് ഒരാൾക്ക് മാത്രം ഉണ്ടാവുക എന്നുള്ളത് സാധ്യമല്ല. തിരുമേനിയുടെ ജീവിതത്തെ 24 മണിക്കൂറും പിന്തുടർന്നുകൊണ്ട് നബിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തെല്ലാം നിർദ്ദേശങ്ങളും കൽപ്പനകളുമാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നൽകിയത്, അതിനെ സംബന്ധിച്ചൊക്കെ മുഴുവനായി രേഖപ്പെടുത്തി സൂക്ഷിച്ചു വെക്കുന്ന ഒരു സംവിധാനം അതുവരെയും ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പല സഹാബിമാരെ സംബന്ധിച്ചിടത്തോളവും കുറേയേറെ കാര്യങ്ങൾ അറിയാം. ഖുലഫാഉർ റാഷിദുകളായി അറിയപ്പെടുന്ന മഹാന്മാരായ സഹാബത്തിന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിയാം എന്നല്ലാതെ കണ്ട് എല്ലാ സംഭവങ്ങൾക്കും സാക്ഷികളായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ആരെ സംബന്ധിച്ചിടത്തോളവും ഉണ്ടാവുകയില്ല. അതിനാൽ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിവരവും പരസ്പരം ഓരോരുത്തരുടെയും വിജ്ഞാനത്തെ പൂരിപ്പിക്കാൻ യോഗ്യരുമായ സഹാബിമാരെ മുഴുവൻ തന്നെ തന്റെ അഡ്വൈസറി ബോർഡ്, ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തി ആവശ്യങ്ങൾ വരുമ്പോൾ അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും തേടുക, അവരുടെ എല്ലാം സഹായത്താൽ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വിധി എടുത്തുകൊണ്ട് മുന്നോട്ടു പോവുക, ഈ ഒരു നിലപാടാണ് മഹാനായ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. സ്വന്തമായി അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ കുറവായിരുന്നു. സൂക്ഷ്മമായി അദ്ദേഹത്തിന് അറിയുകയും അതാണ് ശരി എന്ന് ബോധ്യം വരികയും ചെയ്ത ഒരു വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുത്തിയിരുന്നില്ല. അതേ അവസരത്തിൽ തനിക്ക് സൂക്ഷ്മമായി അറിയാത്തതോ തന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ് ഈ പ്രശ്നത്തിൽ മറ്റുള്ളവർ എന്ന് ബോധ്യപ്പെടുന്നതോ ആയ പ്രശ്നങ്ങൾ വരുമ്പോഴെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ തേടി അവരോട് കൂടിയാലോചിച്ച് ആ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം തീരുമാനങ്ങൾ എടുത്തിരുന്നത്. വളരെ പ്രകടമായ 1-2 ഉദാഹരണങ്ങളിലൂടെ നമുക്ക് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് മനസ്സിലാക്കാം. ഒരിക്കൽ ജദ്ദത്ത് എന്ന് അറബി ഭാഷയിൽ പറയുന്ന പിതാമഹിയായ ഒരു സ്ത്രീ, ഉമ്മാമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ എന്ന് വിളിക്കുന്ന, നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന അവർക്കാണ് അറബി ഭാഷയിൽ ജദ്ദത്ത് എന്ന് പറയുക. ഈ അമ്മൂമ്മക്ക് അവകാശമുണ്ടോ, സ്വത്തിൽ അവകാശമുണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വന്നു. ഒരു അമ്മൂമ്മയായ സ്ത്രീ ഖലീഫയുടെ അടുത്ത് വന്നുകൊണ്ട് തന്റെ പൗത്രൻ, ആ പൗത്രന്റെ അവകാശം ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയകമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിൽ ഒരു തീരുമാനമെടുത്തതോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അറിയുകയില്ല. പരിശുദ്ധ ഖുർആനിൽ ഈ തരത്തിലുള്ള അമ്മൂമ്മമാരുടെ കാര്യങ്ങൾ പ്രതിപാദിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ലാ അജിദു ലക്കി ഫീ കിതാബില്ലാഹി ഷൈഅ, അള്ളാഹുവിന്റെ കിതാബിൽ നിനക്ക് എന്തെങ്കിലും ഒരു ഓഹരി പറഞ്ഞതായിട്ട് എനിക്കറിവില്ല, എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഒമാ അലിംതു അന്ന റസൂലല്ലാഹി ദക്കറ ലക്കി ഷൈഅ, അള്ളാന്റെ റസൂല് നിനക്ക് എന്തെങ്കിലും ഒരു വിഹിതമുണ്ട് എന്ന് പറഞ്ഞതായും എനിക്കറിവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അമ്മൂമ്മക്ക് അല്ലെങ്കിൽ ഉമ്മാമ്മക്ക് അല്ലെങ്കിൽ ജദ്ദത്തിന് ഈ കുട്ടിയുടെ അവകാശം ഇല്ല എന്നുള്ള ഒരു രൂപത്തിലാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ പ്രകടനം നടത്തിയത്. പിന്നീട് അദ്ദേഹം ആളുകളോട് ചോദിക്കുകയാണ്, മറ്റുള്ളവരോട് അന്വേഷിക്കുകയാണ്, ഇത്തരം വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ല നിർദ്ദേശങ്ങളും ഉള്ളതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അപ്പോൾ മുഗീറത്ത് ബിൻ ശുഅബ എന്ന് പറയുന്ന സഹാബി പറയുകയാണ്, ഇതിനോട് സാദൃശ്യമുള്ള ഒരു സംഭവത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാവ് ഇല്ല എങ്കിൽ മാതാവിന്റെ മാതാവിന് സ്വത്തിൽ അവകാശം നൽകിയതായിട്ട് എനിക്കറിയാം. മാതാവ് ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ ആ മാതാവിന്റെ വിഹിതം മാതാവിന്റെ ഉമ്മാക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതായിട്ട് എനിക്കറിയാം എന്ന് മുഗീറത്ത് ബിൻ ശുഅബ എന്ന സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ധരിപ്പിക്കുകയാണ്. അദ്ദേഹം ആ വാർത്ത കേട്ടപ്പോൾ അല്ലെങ്കിൽ ആ വിവരം കേട്ടപ്പോൾ അത് ഉറപ്പുവരുത്തുകയാണ്. ഈ സംഭവം താങ്കളല്ലാതെ വേറെ ആരെങ്കിലും അറിയുമോ? വേറെ സഹാബത്തിന്റെ ഇടയിൽ ആർക്കെങ്കിലും ഈ സംഭവത്തിന് സാക്ഷികളാവാനുള്ള അവസരമുണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും ഇത്തരം ഒരു സംഭവം നടന്നതായി സൂക്ഷ്മമായി അറിയുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അത് സൂക്ഷ്മമായിട്ട് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെ വരുത്തുന്നതിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഈ സംഭവത്തിന് വേറെ ആരെങ്കിലും സാക്ഷികളുണ്ടോ? അപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ എന്ന് പറയുന്ന സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ അതിന് സാക്ഷിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ മാതാവില്ലാത്ത സാഹചര്യത്തിൽ മാതാവിന്റെ ഉമ്മാക്ക് മാതാവിനുള്ള വിഹിതം കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഭിപ്രായം സ്വീകരിക്കുകയും അതേപോലെയുള്ള നടപടി ഈ പ്രശ്നത്തിൽ എടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം തനിക്ക് വ്യക്തമായ അറിവ് ഇല്ല എങ്കിൽ ആ വ്യക്തമായ അറിവ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ആർക്കെങ്കിലും അതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്തുകൊണ്ട് അത് പ്രകാരം വിധി കൽപ്പിക്കുന്ന ഒരു നിലപാടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും,
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കാര്യത്തിൽ അദ്ദേഹം മുഖം നോക്കാതെ നീതി സ്വീകരിക്കുന്ന ഒരു നിലപാട് എത്രമാത്രം കർശനമായിരുന്നു, കർക്കശമായിരുന്നു എന്ന് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. തനിക്ക് അറിയുന്ന ഒരു കാര്യത്തിൽ, ബോധ്യമുള്ള ഒരു കാര്യത്തിൽ, ഇസ്ലാമികമായി അത് തന്നെയാണ് അതിന്റെ വിധി എന്നറിയുന്ന കാര്യത്തിൽ മറ്റാരെയും പരിഗണിക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം അതാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അൻസാരികളിൽപ്പെട്ട ഒരു ഭാര്യയുണ്ടായിരുന്നു. ആ അൻസാരി സ്ത്രീയെ അദ്ദേഹം തലാഖ് ചൊല്ലുകയുണ്ടായി, വിവാഹമോചനം നടത്തുകയുണ്ടായി. ആ സ്ത്രീയിൽ ഉമർ ഇബ്നുൽ ഖത്താബിന് ആസിം എന്ന് പറയുന്ന ഒരു മകനും ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പം, കുട്ടി വളരെ ചെറുപ്പവും മുലകുടി പ്രായവുമായിരുന്ന സാഹചര്യത്തിലാണ് ഈ വിവാഹമോചനം നടന്നത്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ സ്ത്രീയെ കാണുകയും സ്ത്രീയോടൊത്ത് കുട്ടിയെ കാണുകയും ചെയ്യുന്നു. അപ്പോഴേക്കും കുട്ടിയുടെ മുലകുടി പ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് വളർന്നിട്ടുണ്ട്. അപ്പൊ മുലകുടി പ്രായം കഴിഞ്ഞതിനാൽ ഈ കുട്ടി ഇനി എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന രീതിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടിയുടെ കൈപിടിച്ചുകൊണ്ട് തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോവാൻ ശ്രമം നടത്തുന്നു. സ്ത്രീയാണ് എങ്കിൽ കുട്ടിയെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കാതെ കണ്ട് കുട്ടിയെ അങ്ങോട്ടും പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സംഭവം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലെത്തുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് കുട്ടിയെ പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വന്തമായി എനിക്കാണ് അതിന്റെ സംരക്ഷണത്തിന്റെ ബാധ്യത ഇനി ഉള്ളത് എന്ന രീതിയിൽ കുട്ടിയെ തനിക്ക് കിട്ടണം എന്ന് ആവശ്യപ്പെടുന്നു. അദ്ദേഹം വിവാഹമോചനം ചെയ്ത സ്ത്രീയാണ് എങ്കിൽ കുട്ടി എന്റേതാണ്, ആ കുട്ടിയുടെ സംരക്ഷണം എനിക്ക് തന്നെ കിട്ടണം എന്ന് അവരും ആവശ്യപ്പെടുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ താൽപര്യം മാനിക്കുക എന്നുള്ളതാണല്ലോ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലും എന്നത്തെ കാലഘട്ടത്തിലും സാധാരണ നടക്കുക. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കഴിച്ചാൽ ആ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രധാനിയായ വ്യക്തിയാണ്, രണ്ടാമത്തെ വ്യക്തിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രശ്നത്തിൽ അദ്ദേഹത്തോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് റീഹുഹാ വഹിജ്റുഹാ വഫുർഷുഹാ ഖൈറുൻ ലക ഖൈറുൻ ലഹു മിൻക. ആ സ്ത്രീയുടെ മണവും ആ സ്ത്രീയുടെ മടിത്തട്ടും ആ സ്ത്രീയുടെ വിരിപ്പുമാണ് നിന്നേക്കാൾ ആ കുട്ടിക്ക് ഇപ്പോൾ ഏറ്റവും ഉത്തമം. ഹത്താ യശിബ്ബ വയഖ്താർ ലിനഫ്സിഹി. അങ്ങനെ അവൻ വളരട്ടെ, അവൻ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ഒരു പ്രായം എത്തട്ടെ, അതുവരെ ആ സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ആ സ്ത്രീയുടെ സംരക്ഷണത്തിൽ കഴിയുന്നതാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതം. അതുപോലെ അദ്ദേഹം ആ സന്ദർഭത്തിൽ പറയുന്നു, വഹിയ അഹഖു ബി വലദിഹാ മാലം തതസവ്വജ്. ഒരു പുനർവിവാഹം നടക്കുന്നതുവരെ ആ കുട്ടിയുടെ കാര്യത്തിൽ ഏറ്റവും അർഹതയും അവകാശവും ഉള്ളത് ആ സ്ത്രീക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ ആ സ്ത്രീയുടെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നീതി നോക്കുന്നതിൽ, നീതി നടപ്പാക്കുന്നതിൽ മുഖം നോക്കാതെയുള്ള ഒരു നിലപാടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തിരുന്നത്, നടത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ വളരെ സങ്കീർണമായ ഒരു വിഷയം ഈ ഖിലാഫത്ത് ഏറ്റെടുത്തതിനെ തുടർന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വരികയുണ്ടായി. അതായത് അദ്ദേഹം പ്രവാചക നിയോഗത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായ അനുഭവങ്ങളും അതുപോലെ വരുമാനങ്ങളും എടുത്തിരുന്ന കുറച്ച് സ്ഥലങ്ങളും കുറച്ച് സ്വത്തുമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ അനന്തരാവകാശികളായ ആളുകൾക്ക് അവകാശപ്പെട്ട സ്വത്താണിത്. സാധാരണ ഒരു മുസ്ലിം മരിക്കുകയാണ് എങ്കിൽ അയാളുമായി ഏറ്റവും അടുത്ത അവകാശമുള്ള ആളുകൾക്കെല്ലാം അവകാശപ്പെട്ട സ്വത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അനന്തര സ്വത്തുകൾ. അതുകൊണ്ട് ഈ അനന്തര സ്വത്ത് ഞങ്ങൾക്കിടയിൽ വീതിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഫാത്തിമ റളിയല്ലാഹു അൻഹായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുമൊക്കെ അവകാശവാദം ഉന്നയിച്ച് ഈ വിഷയം സംസാരിക്കാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് നിയോഗിക്കുകയുണ്ടായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വത്ത് സാധാരണഗതിയിൽ ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ഒരാൾ മരിച്ചാൽ ആ മരിച്ച ആളുടെ അനന്തരാവകാശികൾക്കുള്ളതാണ് എന്ന നിലപാടിലാണ് ഇവർ ഇതിന് അവകാശവാദം ഉന്നയിക്കുകയും അത് ഞങ്ങൾക്ക് വീതിച്ചു കിട്ടണം
എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രതിനിധിയോട് എല്ലാം തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി സമഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലാ നൂറസ് നഹനുൽ അംബിയാ ലാ നൂറസ്, ഞങ്ങൾ അംബിയാക്കന്മാർ ഞങ്ങളുടെ സ്വത്തുകൾ അനന്തരമെടുക്കുകയില്ല. മാ തറക്നാഹ ഫഹിയ സദഖ, എന്താണോ ഞങ്ങൾ വിട്ടേച്ചു പോകുന്നത് അത് മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നമാ യഅ്കുലു ആലു മുഹമ്മദിൻ മിൻ ഹാദൽ മാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, ആ കുടുംബത്തിന്റെ ചെലവുകളും ഉത്തരവാദിത്തങ്ങളും വഹിക്കേണ്ടത് ബൈത്തുൽ മാലിൽ നിന്നാണ്. പ്രവാചകന്റെ സ്വത്ത് അത് അനന്തര സ്വത്തായി വീതിക്കാൻ പാടില്ല. അത് മുസ്ലിം ഉമ്മത്തിന് പൊതുവായിട്ട് അവകാശപ്പെട്ട അവരുടെ പാവപ്പെട്ടവരും ദുർബലരുമായ ആളുകളുടെ വിഹിതമാണ്. അത് വീതിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഉത്തരം യഥാർത്ഥത്തിൽ എല്ലാവരെയും ഒറ്റയടിക്ക് തൃപ്തിപ്പെടുത്തുമെന്ന് നമുക്ക് കരുതിക്കൂടാ. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം പല ആളുകൾക്കും ഉണ്ടായിരിക്കും. ആ സ്വത്ത് പ്രതീക്ഷിക്കുന്നവരോ അത് ഞങ്ങളുടെ അവകാശമാണെന്ന് കരുതുന്നവരോ ആയ പലതരക്കാരും പല പ്രകൃതക്കാരുമായ ആളുകൾ നബി കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ദോഷകരമായ ഒരു തീരുമാനമാണ് ഈ പറയുന്നത്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇന്നി സമഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാന്റെ റസൂല് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിഷയത്തിൽ അതൊരു വിവാദ വിഷയമല്ല, അതൊരു തർക്ക വിഷയമല്ല, അതിന് മറ്റുള്ളവരുടെ അഭിപ്രായം തേടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ആ വിഷയം അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്നതുമാണ്. അതുകൊണ്ട് അതേ അവസരത്തിൽ ഈ തീരുമാനത്തിൽ അസംതൃപ്തി ഉണ്ട് ചില ആളുകൾക്ക് എന്നൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തോന്നുകയാണ്. അദ്ദേഹം ഫാത്തിമ റളിയല്ലാഹു അൻഹായെ ചെന്നുപോയി കാണുകയും അവരോട് അവരുടെ മനസ്സിനെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി തന്റെ വിഹിതം തനിക്ക് കിട്ടിയില്ല എന്ന ഒരു തോന്നൽ ഫാത്തിമ റളിയല്ലാഹു അൻഹായെ പോലെയുള്ളവർക്കുണ്ടോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പോയി കാണുകയും എന്നിട്ട് അവരോട് പറയുന്നു, വല്ലാഹി ലഖറാബത്തു റസൂലില്ലാഹി അഹബ്ബു ഇലയ്യ അൻ അസ്ല മിൻ ഖറാബത്തി, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നതാണ് എന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധത്തേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരം. പ്രവാചകന്റെ കുടുംബത്തിന് അവകാശപ്പെട്ട ഒരു കാര്യം നിഷേധിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാവുകയില്ല. പക്ഷേ ഇത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സംഗതികൾ വിശദീകരിച്ച് അവരെ തൃപ്തിപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, ഓരോ ആളുകളെയും അവരെ ഏത് രൂപത്തിൽ സമീപിക്കണം, അതുപോലെ തന്നെ അവർക്ക് പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാക്കാനും വിഷയങ്ങളെ സംബന്ധിച്ച് കാര്യമായി വിശദീകരിച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താനുമൊക്കെയുള്ള ശ്രമങ്ങൾ എത്ര കണ്ട് ഭദ്രമായിട്ടായിരുന്നു, ശ്രദ്ധയോടുകൂടിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടപ്പാക്കിയിരുന്നത് എന്നൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതോടുകൂടി ആ പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് നമുക്ക് കാണാം. സഹാബത്തിന്റെ ഇടയിൽ ആ രൂപത്തിലുള്ള എന്തെങ്കിലും ചർച്ചകൾ ഏതാനും ചില ദിവസങ്ങളിലേക്ക് നീണ്ടുനിന്നു എന്നല്ലാതെ കണ്ട് അതൊരു പ്രശ്നമായിക്കൊണ്ട് അവശേഷിക്കുന്നത് കാണാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ചരിത്രങ്ങൾ കപടമായ ചരിത്രമാണ്. ചില വിഭാഗങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെയുള്ള ചില കുറ്റാരോപണങ്ങൾ നടത്തി സഹാബിമാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചേരിപ്പോരുണ്ടാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം. പക്ഷെ ആ ചരിത്രങ്ങളൊന്നും തന്നെ ശരിയല്ല. അതോടുകൂടി തന്നെ അവരുടെ ബന്ധം നല്ല രൂപത്തിൽ തുടരുകയും നബി കുടുംബവുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ തീരുമാനമെടുക്കുന്നതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൂടി നഷ്ടമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പത്ത് തിരുമേനിയുടെ ഭാര്യമാരിൽ വീതിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും അതിന്റെ ഒരു വിഹിതം ആയിഷ റളിയല്ലാഹു അൻഹാക്കും ഹഫ്സ റളിയല്ലാഹു അൻഹാക്കും കിട്ടേണ്ടതാണ്. ആ ആയിഷ റളിയല്ലാഹു അൻഹായുടെ പിതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹഫ്സ റളിയല്ലാഹു അൻഹായുടെ പിതാവാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ സ്വത്ത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
അനന്തരാവകാശികൾക്ക് കൊടുക്കാതിരുന്നത് കൊണ്ടുള്ള നഷ്ടം ഇവർക്ക് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബോധ്യമായ സഹാബിമാർ ആ അഭിപ്രായം അംഗീകരിക്കുകയും അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അതോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല വളരെ ഊഷ്മളമായ ബന്ധമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിട്ടും അതുപോലെ അലി ഫാമിലിക്ക് ഉണ്ടായിരുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 6 മാസം കഴിയുമ്പോഴേക്കും ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുന്നുണ്ട്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മരിക്കുന്നതിന് മുമ്പായി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് എന്റെ കുടുംബത്തിൽ ഏറ്റവും ആദ്യമായി എന്നോട് ചേരുന്നത് നീയായിരിക്കും എന്നുള്ള രൂപത്തിൽ സംസാരിക്കുകയും ചെയ്തതായ ഹദീസുകൾ നമുക്ക് കാണാം. അത് പുലരുകയാണ് ഉണ്ടായത്. 6 മാസത്തിനകം ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു ദിവസം മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ അവർ വഫാത്താകുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ വഫാത്തായി എന്നുള്ള വിവരം കേട്ടപ്പോൾ ഉടനെ അവിടെ ഓടിയെത്തുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബിമാരിലെ പ്രമുഖരായിരുന്നു. അപ്പോൾ അവരെ സംസ്കരിക്കുന്നതിന് വേണ്ടി മറമാടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്ത് അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് ആവശ്യപ്പെടുന്നത്, താങ്കൾ അവർക്ക് വേണ്ടി നമസ്കരിക്കുക, താങ്കൾ ഫാത്തിമക്ക് വേണ്ടി നമസ്കരിക്കുക എന്ന് അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ വഅൻത ഷാഹിദുൻ യാ അബുൽ ഹസൻ, അബുൽ ഹസനെ താങ്കൾ ഉണ്ടാകുമ്പോൾ, അബുൽ ഹസൻ എന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ വിളിപ്പേരാണ്, താങ്കൾ ഉണ്ടാകുമ്പോൾ താങ്കൾ ഉണ്ടായിരിക്കെ ഞാനാണോ നമസ്കരിക്കേണ്ടത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വല്ലാഹി ലാ യുസല്ലി അലൈഹാ ഗൈറുക്, അല്ലാഹുവാണ് സത്യം, താങ്കൾ തന്നെ നമസ്കരിക്കണം, വേറെ ഒരാൾ അവർക്ക് വേണ്ടി നമസ്കരിക്കരുത് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയും അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് വേണ്ടി ജനാസ നമസ്കാരത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്ന ബന്ധം, ആ രൂഢമൂലമായ സൗഹൃദം എത്രത്തോളമായിരുന്നു എന്ന് ഈ സംഭവം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇത് പ്രത്യേകമായി നമ്മൾ എടുത്തു പറയുന്നത് അലി റളിയല്ലാഹു അൻഹുവിനെയും നബി കുടുംബത്തെയും ഒക്കെ അവഗണിക്കുകയും അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിൽ ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിത്തീരുകയും ഒക്കെ ചെയ്യുന്നതിന് ചരിത്രത്തിൽ ചില പുഴുക്കത്തുകൾ കാരണമായിട്ടുണ്ട്. ആ ചരിത്രങ്ങൾ ശരിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ അതിനുള്ള മൗലികമായ കാരണം അലി റളിയല്ലാഹു അൻഹുവും ഈ കുടുംബവുമായിട്ട്, അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബവുമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധം മോശമായിരുന്നു എന്നോ അല്ലെങ്കിൽ അവർക്ക് ശരിയായ രീതിയിലുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ അതിന് നേതൃത്വം വഹിച്ചത് അബൂബക്കറും ഉമറുമായിരുന്നു എന്നൊക്കെയുള്ള പ്രചാരവേലകൾ നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായും ആ കുടുംബവുമായി വളരെ ഊഷ്മളമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു അത്രയുമേറെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വലങ്കൈയായിക്കൊണ്ട് ആ ഖിലാഫത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നേരം പുലരുന്നതിന് മുമ്പായി രാത്രി തന്നെ സംസ്കരിച്ചു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ തനിക്ക് ശരിയെന്ന് ഉത്തമ വിശ്വാസമുള്ളതും സംശയമില്ലാത്തതും പ്രവാചകന്റെ നിർദ്ദേശം ഇന്നേതാണ് എന്ന് ബോധ്യം വരുന്നതുമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെയും ഭയപ്പെടാതെ കണ്ട് ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുന്ന ഒരു ശൈലിയായിരുന്നു അബൂബക്കറിന്റെ ഭരണരീതി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഉദാഹരണമായ ചില സംഭവങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചത്. അള്ളാഹുവിന്റെ കിതാബിനെ പിന്തുടർന്നുകൊണ്ട് ആ ഉത്തമരായ സഹാബി വര്യന്മാർ എന്തൊരു മാതൃകയാണ് നമുക്ക് കാഴ്ചവെച്ചത് എന്ന് നമ്മൾ ആലോചിക്കുക, അവരുടെ മാതൃക പിന്തുടരാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.